പത്തനാപുരം ഗാന്ധിഭവൻ ആലപ്പുഴ ജില്ലയിലെ ഭിന്നശേഷി വിഭാഗക്കാർക്കായി സംഘടിപ്പിക്കുന്ന ഭിന്നശേഷി കലോത്സവം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കായംകുളം TA കൺവെൻഷൻ സെന്ററിൽ നടക്കും. ആലപ്പുഴ ജില്ലയിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത 8 സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നും 2 ബ്ലോക്ക് റിസോഴ്സ് സെന്ററുകളിൽ നിന്നുമായി 200-ലധികം ഭിന്നശേഷിക്കാർ കലോത്സവത്തിൽ പങ്കെടുക്കും. ഏഷ്യയിലെ ഏറ്റവും വലിയ മതേതര കാരുണ്യ കൂട്ടുകുടുംബമായി അറിയപ്പെടുന്ന പത്തനാപുരം ഗാന്ധിഭവൻ ആലപ്പുഴ ജില്ലയിലെ ഭിന്നശേഷി വിഭാഗക്കാർക്കായി സംഘടിപ്പിക്കുന്ന ഭിന്നശേഷി കലോത്സവം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ കായംകുളം TA കൺവെൻഷൻ സെന്ററിൽ നടക്കും. ആലപ്പുഴ ജില്ലയിൽ നിന്നും രജിസ്റ്റർ ചെയ്ത 8 സ്പെഷ്യൽ സ്കൂളുകളിൽ നിന്നും 2 ബ്ലോക്ക് റിസോഴ്സ് സെന്ററുകളിൽ നിന്നുമായി 200-ലധികം ഭിന്നശേഷിക്കാർ കലോത്സവത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സാധാരണ വിദ്യാർത്ഥികളുടെ കലോത്സവങ്ങളെക്കാൾ വിപുലമായ ഒരുക്കങ്ങളോടെയാണ് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത്. വ്യാഴാഴ്ച നടക്കുന്ന സമ്മേളനത്തിൽ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം നിർവഹിക്കും. പത്തനാപുരം ഗാന്ധിഭവൻ ആലപ്പുഴ ജില്ലയിലെ ഭിന്നശേഷി വിഭാഗക്കാർക്ക് വേണ്ടി നടത്തുന്ന ഭിന്നശേഷി കലോത്സവം ഈ മാസം 22-23 തീയതികളിൽ കായംകുളം TA കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തുകയാണ്. ഭിന്നശേഷി കുട്ടികളുടെ ഏറ്റവും വലിയ കലാമേളയാണ് ഇപ്പോൾ ഗാന്ധിഭവൻ്റെ നേതൃത്വത്തിലൂടെ നടത്തുന്നത്. ആലപ്പുഴ ജില്ലയിൽ നിന്ന് രജിസ്റ്റർ ചെയ്ത 8 സ്പെഷ്യൽ സ്കൂളുകളും 2 ബ്ലോക്ക് റിസോഴ്സ് സെൻ്ററുകളിൽ നിന്നുമായി 200-ലധികം ഭിന്നശേഷി കുട്ടികൾ ഈ പരിപാടിയിൽ പങ്കെടുക്കും. ഇത് നാളെ രാവിലെ 22-ാം തീയതി രാവിലെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം ചെയ്യുന്നതും ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ അധ്യക്ഷത വഹിക്കുന്നതുമാണ്. വലിയ തോതിൽ വലിയ വിപുലമായ രീതിയിലാണ് ഗാന്ധിഭവൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഞങ്ങളെല്ലാം അത് പ്രവർത്തനങ്ങളുമായി അവരുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന ആളുകളാണ്. ഈ കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കഴിവും കാര്യശേഷിയും എല്ലാം പ്രകടമാക്കാൻ തരത്തിൽ ഇത്തരം മറ്റു കുട്ടികൾക്ക് കിട്ടുന്ന ഒരു പരിഗണന ഈ കുഞ്ഞുങ്ങൾക്കും കിട്ടണം എന്നുള്ളതാണ് ഗാന്ധിഭവൻ ആഗ്രഹിക്കുന്നത്. ഈ കലാമേള CBSE കലാമേള പോലെ അല്ലെങ്കിൽ അത്ര ഉന്നതമായി നടത്തുന്ന പോലെ അത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കലാമേള അവിടെ നടത്തുന്നത്. ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് U. പ്രതിഭ MLA, ചലച്ചിത്ര നടി രശ്മി അനിൽ, പ്രവാസി വ്യവസായി നസീർ വെളിയിൽ, ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. പവനനാഥൻ, PS. സുൽഫിക്കർ, അഡ്വക്കേറ്റ് E. സമീർ, പാലമുറ്റത്ത് വിജയകുമാർ, AJ ഷാജഹാൻ, S. കേശുനാഥ് എന്നിവർ പങ്കെടുക്കും. പത്തനാപുരം ഗാന്ധിഭവൻ നടത്തുന്നതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. ഒന്ന്, ഗാന്ധിഭവൻ തന്നെ ഒരു സ്പെഷ്യൽ സ്കൂൾ നടത്തുന്നുണ്ട്. നിരവധി വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്പെഷ്യൽ സ്കൂൾ. അവരെ എല്ലാ തരത്തിലും സാമൂഹ്യമായി ഉയർത്തുക എന്നുള്ള ലക്ഷ്യമാണ് ഗാന്ധിഭവൻ ആഗ്രഹിക്കുന്നത്. അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നെങ്കിൽ അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഗാന്ധിഭവൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ ഒരു ചുവടുവെപ്പാണ് ആലപ്പുഴ ജില്ലയിലെ ഭിന്നശേഷി കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കലാമേള എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നടക്കുന്ന ഒരു മത്സരമല്ല. കലാമേള ഉദ്ദേശിക്കും, കലോത്സവം ഉദ്ദേശിക്കും മത്സരമല്ല. ആ കുഞ്ഞുങ്ങൾക്ക് ഏതൊക്കെ തരത്തിൽ പെർഫോം ചെയ്യാൻ പറ്റുമോ എല്ലാ ആധുനിക സൗകര്യങ്ങളും നമ്മളവിടെ ഏർപ്പെടുത്തുന്നുണ്ട്. അവരതെല്ലാം കണ്ടും കേട്ടും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അവരെ പരിപോഷിപ്പിക്കാനും അവർക്ക് വേണ്ടുന്നത് എന്താണെന്ന് ചെയ്തു കൊടുക്കുവാനും ഒക്കെയുള്ള ഒരു സന്ദർഭം ഒരുക്കുക എന്നുള്ളതാണ്. ഒരു ഭാവിയിൽ തന്നെ എന്തൊക്കെയായി തീരാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു ഇതിലേക്കാണ് നമ്മൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. അത് ഡോക്ടർ പുനലൂർ സോമരാജ് സാർ ഗാന്ധിഭവൻ സെക്രട്ടറിയുടെ ഒരു വിഷനാണ്. 23-ന് രാവിലെ 10 മണിക്ക് നടക്കുന്ന കലാമേളയിൽ പാരാ ഒളിമ്പിക്സ് വിന്നർ അസിം വെളിമണ്ണ, വീൽ ചെയറിലിരുന്ന് 7 ഭാഷകളിൽ സിനിമ സംവിധാനം ചെയ്ത അലൻ വിക്രാന്ത്, സർവശ്രേഷ്ഠ ദിവ്യാംഗ് പുരസ്കാര ജേതാവ് ആദിത്യ സുരേഷ്, കൈരളി ഫിനിക്സ് അവാർഡ് ജേതാവ് മുഹമ്മദ് യാസിൻ എന്നിവർ തിരിതെളിയിക്കും. തുടർന്ന് ഭിന്നശേഷി കലോത്സവം നടക്കും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മലങ്കര കത്തോലിക്ക മാവേലിക്കര രൂപത അധ്യക്ഷൻ ഡോക്ടർ ജോഷോ മാർ ഇഗ്നാത്തിയോസ് അധ്യക്ഷത വഹിക്കും. ജസ്റ്റിസ് B. കമാൽ പാഷ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. നിയുക്ത ഭിന്നശേഷി കമ്മീഷണർ ഡോക്ടർ PT. ബാബുരാജ് മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഗാന്ധിഭവൻ ചെയർപേഴ്സൺ ഷാഹിദ കമാൽ, നഗരസഭാ വൈസ് ചെയർമാൻ J. ആദർശ്, ഹരിപ്പാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുധിലാൽ തൃക്കുന്നപ്പുഴ, ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ, ഷാനവാസ് വൈ എന്നിവർ പങ്കെടുക്കും. സംഘാടക സമിതി അംഗങ്ങളായ AJ ഷാജഹാൻ, S. പവനനാഥൻ, S. കേശുനാഥ്, ഗാന്ധിഭവൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷമീർ എന്നിവരാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത്. CDN ന്യൂസ്, കായംകുളം.